ഹായ്, അപ്പോൾ തുടങ്ങാം. ഇന്നിതാണ് നമ്മൾ അഴിച്ചു പണിയുന്നത്. കഴിഞ്ഞിടയ്ക്ക് കിട്ടിയൊരു ക്ലോക്കാണ്. കാഴ്ചയിൽ വലിയ തരക്കേടൊന്നുമില്ലെങ്കിലും പൊടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് സൂചി അഴിഞ്ഞ് താഴെ കിടക്കുകയായിരുന്നു. അതുപോലെ ഇത് വർക്കും അല്ലായിരുന്നു. മെഷീൻ വർക്കാണുണ്ട്, പക്ഷേ മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ അഴിച്ചു നോക്കാം. പടക്കം പൊട്ടുന്ന പോലെ സ്ക്രൂ എല്ലാം അഴിച്ചു തീർന്നെങ്കിലും അടപ്പ് പൊങ്ങിപ്പോകുന്നില്ല. നോക്കിയപ്പോഴാണ് വാറണ്ടി കാർഡിനടിയിൽ ഒരു സ്ക്രൂ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇത് പാം എലഗൻറ്റ് എന്നൊരു പാലായിലുള്ള സ്ഥാപനം അവർക്ക് സ്പോൺസർ ചെയ്ത് ഗിഫ്റ്റ് കൊടുത്തേക്കുന്ന ഒരു ക്ലോക്കായിരുന്നു എന്ന് തോന്നുന്നു. സ്റ്റിക്കറെല്ലാം കളഞ്ഞിട്ട് കമ്പനി ക്ലോക്കായിട്ട് യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. ഇത് സ്റ്റിക്കർ ഇളക്കി കഴിഞ്ഞും അതിനടിയിൽ പശ കാണും. ആ പശ തിരിച്ചെടുക്കാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇങ്ങനെ ഞാൻ നോക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞിട്ട് ആ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞേക്കാമെന്ന് കരുതി. ഗ്ലാസ്സിലായിരുന്നു കൂടുതലും പൊടി. കണ്ടാൽ തന്നെ അറിയാം, നോക്കുമ്പോൾ അറിയാം. ശരി, ആ പൊടി കൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് എഴുതാമെന്ന് കരുതി. കൃത്യമായിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും പേര് എഴുതിയിട്ടുണ്ട്. ശരി, ഇനി അതിൻ്റെ മെഷീൻ ഒന്നുകൂടെ അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. എന്തെന്ന് പറഞ്ഞാൽ മെഷീൻ വർക്കാവുന്നുണ്ട്, പക്ഷേ മൂവ്മെൻ്റ് ഇല്ല, സൂചിയൊന്നും അനങ്ങുന്നില്ല. അതുപോലെ ഈ ക്ലോക്കിൻ്റെ ഇത് നിങ്ങൾക്ക് തന്നെയാണേലും ആർക്കും അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതുപോലെ ക്ലോക്ക് വർക്കാകാതൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ അഴിക്കുമ്പോഴും ഇതിലെ ഓരോ പാർട്സും സേഫായിട്ട് തന്നെ തിരിച്ചു വെക്കുക. കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു ബലം കൂടിപ്പോയാൽ ഇതിൻ്റെ പാർട്സ് ഒടിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ഇതിൻ്റെ പല്ലൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അത്രയ്ക്ക് നൈസാണ് സാധനം. അതുകൊണ്ട് സേഫായിട്ട് തന്നെ തിരിച്ചു വെക്കുക. ഇതിൻ്റെ മെഷീൻ വർക്കായിരുന്നത് കൊണ്ട് മെഷീൻ്റെ ഭാഗം ക്ലിയറാണ്. പക്ഷേ മൂവ്മെൻ്റ് ഇല്ലാതിരിക്കാൻ കാര്യം പൊടി കയറി ഏതെങ്കിലും പൽചക്രത്തിനിടയിൽ കയറി സ്റ്റക്കായിട്ടിരുന്നതായിരിക്കാം. അതുകൊണ്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തു. തിരിച്ച് സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് വന്ന വഴിയിലാണ് ഓർഡർ ഒന്ന് തെറ്റിപ്പോയത്. അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് തിരിച്ചിടുന്നു. ഇപ്പോൾ ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങളൊന്ന് ഇട്ട് നോക്കാം. ഈ ഇടുന്ന സാധനങ്ങളാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. തീരെ നൈസ് സാധനങ്ങളാണ്. ചെറുതായിട്ടൊന്ന് അമങ്ങുകയോ ചെരിയുകയോ ചെയ്താൽ ഡാമേജ് വരും. പിന്നീട് അത് ഉപയോഗിക്കൽ
ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എല്ലാം പ്രോപ്പറായിട്ട് ഇട്ടു. അടപ്പൊന്ന് അടച്ച് ചെക്ക് ചെയ്ത് നോക്കാം. മൂവ്മെൻ്റ് ഇല്ല, പക്ഷേ മെഷീൻ വർക്കാവുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ മെഷീൻ വർക്കാവുന്നുണ്ട്, പക്ഷേ മൂവ്മെൻ്റ് ആകുന്നില്ല. പഴയ പോലെ തന്നെ. അപ്പം നമുക്കെവിടെ തെറ്റിപ്പോയെന്നറിയാൻ ഒന്നുകൂടെ അഴിച്ചു നോക്കാം. അപ്പം മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് തെറ്റിപ്പോയത് സെക്കൻഡ് സൂചിയുടെ ഗിയറിനടിയിൽ ഒരു ചെറിയ മെറ്റൽ പീസ് ഉണ്ടായിരുന്നു. ആ മെറ്റൽ പീസ് അതൊരു കറക്റ്റ് പൊസിഷനിലല്ല വന്ന് കിടന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് സൂചി സ്റ്റക്കായിട്ടിരുന്നത്. അപ്പോൾ അത് തിരിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. വീണ്ടും സാധനങ്ങളൊക്കെ ഒന്നുകൂടെ തിരിച്ച് വെച്ചിട്ട് ചെക്ക് ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പം നമ്മളതിൻ്റെ ഡാമേജ് കണ്ടെത്തി പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അതുപോലെ നിങ്ങളിൽ ആരെങ്കിലും ക്ലോക്കുകൾ ഇതുപോലെ അഴിച്ച് വിട്ട് തിരിച്ച് പിടിപ്പിക്കുന്ന ടൈമിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. സൂചികളെല്ലാം 12 ഡയറക്റ്റ് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ പരസ്പരം മുട്ടുന്നില്ല എന്നുള്ളതും ചെക്ക് ചെയ്യുക. ബാറ്ററി ഇട്ടു നോക്കാം. ആ ബാറ്ററിയുടെ പോർട്ട് ഒരല്പം ലൂസായിരുന്നു, അതിനു വേണ്ടിയാണ് അത് അമക്കി വെച്ചത്. ഓക്കെ, അപ്പം എല്ലാം പക്ക വർക്ക്. ശരി, ഇതിൻ്റെ അടപ്പിട്ട് ഗ്ലാസ് ഇട്ട് ടൈറ്റ് ചെയ്തേക്കാം. കിളികൾ ധാരാളമുള്ള ഏരിയയാണ്. അതാണ് ബാക്ക്ഗ്രൗണ്ടിലെ കിളികളുടെ രാവിലത്തെ ശബ്ദം. ഇവിടെയും നമുക്കൊരു പാളിച്ച പറ്റിപ്പോയായിരുന്നു. അടപ്പെല്ലാം അടച്ച് സ്ക്രൂ മുറുക്കി കഴിഞ്ഞപ്പോഴാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ പോർഷൻ അവിടെ കാണുന്നില്ല. അതായത് ക്ലോക്കിൻ്റെ മെക്കാനിസം തലതിരിച്ചായിരുന്നു വെച്ചത്. ശരിയെല്ലാം മുറുകെ കഴിഞ്ഞിട്ടാണ് ആ കാര്യം കണ്ടത്. ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പോൾ വീണ്ടും എല്ലാം ഒന്ന് അഴിച്ച് തിരിച്ച് കറക്റ്റായിട്ടത് ആക്കിയിട്ടുണ്ട്. എത്തേണ്ടേ, ഈ മെക്കാനിസം തിരിഞ്ഞു പോയായിരുന്നു. അതേതായാലും തിരിച്ചാക്കിയിട്ടുണ്ട്. നമുക്ക് പറ്റിയ തെറ്റ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം രാവിലെ 7:45 ഞാനിത് ക്ലിയർ ആക്കിയത്. കറക്റ്റ് ടൈം ആക്കിയിട്ട്